പത്രപ്രവർത്തന ചരിത്രത്തിൽ VRP ഭാസ്കർ എന്ന പേര് കേവലം ഒരു മാധ്യമ പ്രവർത്തകന്റേതല്ല. അധികാരത്തിന്റെ പ്രലോഭനങ്ങളിലോ ഭീഷണികളിലോ വീഴാതെ സത്യം വിളിച്ചു പറഞ്ഞ ധീരതയുടെ പര്യായമാണ്. റേറ്റിംഗുകൾക്കും സ്ക്രീനിൽ മിന്നിമായുന്ന ബ്രേക്കിംഗ് ന്യൂസുകൾക്കും പിന്നാലെ ശ്വാസമെടുക്കാൻ പോലും നിൽക്കാതെ ഇന്നത്തെ മാധ്യമങ്ങൾ പരക്കം പായുമ്പോൾ കൈമോശം വരുന്നത് VRP തന്റെ കർമ്മപദത്തിലൂടെ വരച്ചുകാട്ടിയ ആ വലിയ മൂല്യമാണ്: വിശ്വാസ്യത. വാർത്തകൾ വെറും കച്ചവട ചരക്കല്ലെന്നും അത് സമൂഹത്തിലെ അവസാനത്തെ മനുഷ്യനും നീതി ഉറപ്പാക്കാനുള്ള ആയുധമാണെന്നും വിശ്വസിച്ച ആ പ്രതിബദ്ധതയുടെ ഓർമ്മകൾ VRPയുടെ 2ാം ചരമവാർഷികത്തിൽ വീണ്ടും ഉയർന്നു വന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി ബോധിഗ്രാമും ഭാസ്കർ ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിച്ച മാധ്യമ പുരസ്കാര വിതരണവും അനുസ്മരണ സമ്മേളനവും സമകാലിക മാധ്യമ ലോകത്തെ സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ കൂടിയായി. സമകാലിക മാധ്യമരംഗത്തെ പോരാട്ടത്തിന്റെ പ്രതിനിധികളായ ന്യൂസ് മിനിറ്റ് വെബ് പോർട്ടൽ സഹസ്ഥാപക ധന്യ രാജേന്ദ്രന് ബോധിഗ്രാം VRP പ്രഥമ ദേശീയ മാധ്യമ പുരസ്കാരവും ശ്രദ്ധേയമായ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലൂടെ സ്വയം അടയാളപ്പെടുത്തിയ കേരള കൗമുദി യുവലേഖിക ബിനിയ ബാബുവിന് പ്രാദേശിക പുരസ്കാരവും സമ്മാനിച്ചു. VRPയും മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും എന്ന വിഷയത്തിൽ സമ്മേളനോദ്ഘാടകനായ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒരു സമരരംഗത്തിറങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സമരത്തിൽ യാഥാർത്ഥ്യമുണ്ട്, സത്യമുണ്ട് എന്നുള്ള നിലയിൽ ജനങ്ങൾ അപ്പാടെ എടുക്കുകയാണ്. ഈ അടുത്ത കാലത്തുള്ള നമ്മുടെ ആശാസമരത്തിന് അദ്ദേഹത്തിൻ്റെ സമീപനം എന്തായിരുന്നു എന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. ആ ഒരു സമരം മാത്രമല്ല, എല്ലാ നല്ല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്നും അകത്തിതരായിട്ടുള്ള ആളുകൾ, അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ആളുകൾ, വേദന അനുഭവിക്കുന്ന ആളുകൾ, കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകൾ അവരുടെ ഒരു തോഴനായിട്ടാണ് എന്നും അദ്ദേഹം നിലയുറപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് VRP ഒരു പാഠപുസ്തകമായിരുന്നു. VRPയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഗുണങ്ങളുടെ അസംഖ്യമായ ഒരു കണക്ക് ഇവിടെ നമ്മളുടെ ശ്രീ ജയസ് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. അദ്ദേഹമായിട്ട് നല്ല അടുപ്പമുള്ള ശ്രീ രമേശ് ചെന്നിത്തല അതിനെക്കുറിച്ച് സൂക്ഷിപ്പിച്ചേക്കും എന്ന് ഞാൻ കണക്കാക്കുകയാണ്. അങ്ങനെ എല്ലാ രൂപത്തിലും നമുക്ക് നല്ല ബഹുമാനവും സ്നേഹവും മതിപ്പും എല്ലാം ഉൾക്കൊള്ളുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ ഓർക്കുകയാണ്. വിശാലമായ പാണ്ഡിത്യമാണ്. ആ പാണ്ഡിത്യം അദ്ദേഹത്തിന് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം മാധ്യമരംഗത്തെ അദ്ദേഹത്തിൻ്റെ അധികായരെന്നുള്ള ഒരു സമീപനമാണ്. വരും തലമുറയിലെ മാധ്യമ പ്രവർത്തകർക്ക് VRP ഭാസ്കർ എന്നും ഒരു പാഠപുസ്തകമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സത്യം വിളിച്ചു പറയുക എന്നത് മാത്രമല്ല, തെറ്റുകൾ തിരുത്താൻ തയ്യാറാവുക എന്നതുകൂടിയാണ് മാധ്യമങ്ങളുടെ കടമയെന്ന് ചടങ്ങിൽ മാധ്യമ പുരസ്കാരം നൽകിയ സംസ്ഥാന ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തല ഓർമ്മിപ്പിച്ചു. VRP ഭാസ്കർ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി വളരെയേറെ മാറ്റം മാധ്യമരംഗത്ത് വന്നിരിക്കും. ആ മാധ്യമരംഗത്ത് വന്നിരിക്കുന്ന മാറ്റം നമ്മൾ അറിയാതെ നമ്മൾ അതിനോട് താതാത്മ്യം പ്രാപിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്നാലും ക്രെഡിബിളായിട്ടുള്ള, ഞാൻ ഈ സിവിൽ സർവീസ് പരീക്ഷ എൻ്റെ മകൻ എഴുതിയതാണ്. അവരെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഹിന്ദുവിൻ്റെ എഡിറ്റ് പേജ്. ഹിന്ദുവിൻ്റെ എഡിറ്റ് പേജ് മാത്രം ബുക്കായിട്ട് പുസ്തകമായിട്ട് ഇറക്കുന്നുണ്ട്. സിവിൽ സർവീസ് എഴുതുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജാണ്. അപ്പോൾ അതെന്താണ്, അതിന് ക്രെഡിബിലിറ്റി ഉള്ളത് കൊണ്ടല്ലേ. അപ്പോൾ ക്രെഡിബിലിറ്റി കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോഴും മാധ്യമങ്ങൾക്ക് പ്രസക്തി ഉണ്ട്, പത്രങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. അപ്പം VRPയെ പോലുള്ള ആളുകൾ സത്യസന്ധമായ പത്രപ്രവർത്തനം നടത്തിയ ആളുകളാണ്. അവർ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സത്യം ജനങ്ങളോട് വിളിച്ചു പറയുമ്പോഴാണ് പത്രപ്രവർത്തകൻ നീതി കാണിക്കുന്നത് ജനങ്ങളോട്. ഫോർത്ത് എസ്റ്റേറ്റ് ആണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ശക്തമായ, ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു ഘടകമാണല്ലോ മാധ്യമം എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. തൻ്റെ സ്വന്തം ഗവൺമെന്റിനെ തൂലികാനാമത്തിൽ വിമർശിച്ച ഒരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ടായിരുന്നു. തൻ്റെ ഗവൺമെന്റിനെ മറ്റാരും വിമർശിക്കാത്തപ്പോൾ തൂലികാനാമത്തിൽ ഗവൺമെന്റിനെ വിമർശിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി നമുക്കൊരു മാതൃകയാണ്.
തന്നെപ്പറ്റി വിമർശനാത്മകമായി കാർട്ടൂൺ വരച്ച കാർട്ടൂണിസ്റ്റ് ശങ്കറെ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് വിളിക്കുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു. അതാണ് നമ്മുടെ പാരമ്പര്യം. ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടു പോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം ഇന്നുണ്ടോ? സത്യം വിളിച്ചു പറയുന്ന എത്ര മാധ്യമ പ്രവർത്തകന്മാരുണ്ട്? ഗൗഡില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന് പറഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നാടാണിത്. ഇന്ന് ആ പാത പിന്തുടരാൻ നമുക്ക് കഴിയുന്നുണ്ടോ? BRPയെ പോലെയുള്ള ഏതാനും വളരെ എണ്ണി പറയാൻ കഴിയുന്ന ആളുകൾ ഒഴിച്ചാൽ അത്തരം നടപടികൾ, അത്തരം വീതികളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. BRP ഒരു അത്ഭുതമായിരുന്നു. ഇത്രയും വലിയ തോതിൽ ഇന്ത്യയിലെ വിവിധ മാധ്യമങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി അവസാനം കേരളത്തിൽ ഒരു ദിവസം അപ്രത്യക്ഷനായി ചെന്നൈയിൽ പോയി. മകളൊക്കെ ഉണ്ടായതുകൊണ്ട് അല്ലേ, ചെന്നൈയിൽ പോയി അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്ന് പ്രശ്നത്തിലെ പരിപാടികളൊക്കെ പങ്കെടുക്കുന്ന അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അധികാരത്തിന്റെ ഇടനാഴികളിലെ അഴിമതികൾ നിർഭയം പുറത്തുകൊണ്ടുവന്ന മാധ്യമപ്രവർത്തകയാണ് ദി ന്യൂസ് മിനിറ്റ് ചീഫ് എഡിറ്ററും സഹസ്ഥാപകയുമായ ധന്യ രാജേന്ദ്രൻ. രാജ്യം കണ്ട ഏറ്റവും വലിയ അന്വേഷണാത്മക വാർത്തകളിലൊന്നായ ഇലക്ട്രൽ ബോണ്ട് അഴിമതി പുറത്തുകൊണ്ടുവന്നതിലും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തുറന്നു കാട്ടിയതിലും ധന്യ വലിയ പങ്കുവഹിച്ചു. ഡിജിപബ് ന്യൂസ് ഇന്ത്യ ഫൗണ്ടേഷന്റെ സ്ഥാപക ചെയർപേഴ്സൺ കൂടിയായ ധന്യ രാജേന്ദ്രനെ ഈ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് ശശികുമാർ, രാജ് നായിക് എന്നിവരടങ്ങിയ സമിതിയാണ്. ഇത് എനിക്കും ദ ന്യൂസ് മിനിറ്റും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഈ ഒരു അവാർഡ് കിട്ടാൻ തന്നെയാണ്. BRP ഭാസ്കർ ദ ജേർണലിസ്റ്റ് എനിക്ക് പേഴ്സണലായി പരിചയം ഉണ്ടായിരുന്നു. ഹിസ് ഡോട്ടർ വാസ് മൈ ടീച്ചർ. എനിക്കിപ്പോഴും അതിൻ്റെ ഞാൻ ന്യൂസ് മിനിറ്റ് തുടങ്ങിയ കാലത്ത് അങ്ങനെ ആരും ഒന്നും സീരിയസ് ആയിട്ട് എടുക്കില്ല. ഒരു ചെറിയൊരു സ്ഥാപനം ആരോ തുടങ്ങി ആ രീതിയിലൊക്കെ 2-3 കൊല്ലമൊക്കെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ BRP ഭാസ്കർ എന്നെ ഇങ്ങോട്ട് മെസ്സേജ് ചെയ്ത് ഈ സ്റ്റോറിയിൽ ഇങ്ങനത്തെ ആംഗിൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എഴുതിക്കൂടെ എന്ന് പറഞ്ഞ് ഒരു പരിചയമില്ലാത്തൊരു യങ് ജേർണലിസ്റ്റ് എൻകറേജ് ചെയ്യാനായിട്ട് അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിരുന്നു. പിന്നീട് എനിക്കൊന്ന് 2020 മുതൽ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി എഴുതാനും തുടങ്ങി. അന്ന് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില സ്റ്റാൻസ് ഉണ്ട്. മറ്റു മാധ്യമങ്ങൾ പബ്ലിഷ് ചെയ്യാൻ തയ്യാറല്ലാത്ത പല കാര്യങ്ങളാണ് നമുക്ക് അന്ന് തന്നിരുന്നത് BRP ഭാസ്കർ. എനിക്കും സാധാരണ മനുഷ്യരൊക്കെ ഇനി നമുക്ക് റിട്ടയർ ചെയ്യണം, ഇനി നമുക്ക് ജോലി എടുക്കരുത് എന്നൊരു പ്രായത്തിൽ പോലും നമ്മുടെ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ സംസ്ഥാനം എന്താ സംഭവിക്കുന്നത്, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് എന്തൊക്കെയാണ്, പൊളിറ്റിക്കലി ഈ സംസ്ഥാനം എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ രാജ്യം എവിടേക്കാണ് പോയിക്കൊണ്ടിരുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൺസേൺഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു BRP ഭാസ്കർ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കൊല്ലങ്ങളിൽ അറിയുമെങ്കിൽ പോലും എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ ജേർണലിസം എത്രത്തോളം ശക്തിയുള്ളതായിരിക്കണം എന്നത്. പിന്നെ അങ്ങനെ ഒരു ജേർണലിസ്റ്റ്, അതായത് യങ് ആയിട്ടുള്ള ആൾക്കാരെയും ഇന്ന് ആക്ച്വലി ഈ അവാർഡ് എനിക്ക് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ 2-3 ആൾക്കാരെന്നെ മെസ്സേജ് ചെയ്തു. വളരെ സന്തോഷമുണ്ട് ഈ അവാർഡ് കിട്ടുന്നതിൽ. BRP എല്ലാവരെയും എൻകറേജ് ചെയ്ത് എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചൊരു വ്യക്തിയാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ പേരിൽ ഒരു അവാർഡ് കിട്ടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. 2 ഇവിടെ എങ്ങനെ എത്തിപ്പോയി. ദ ന്യൂസ് മിനിറ്റ് 2014 തുടങ്ങുമ്പോൾ അങ്ങനെ വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായില്ല എന്ത് ചെയ്യണം എന്ന്. ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നൊരു ഐഡിയ മാത്രമേ എനിക്ക് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്കുണ്ടാകുന്ന 2 തോന്നലുകൾ: ഒന്ന്, സ്ത്രീകൾക്കായി സംസാരിക്കുന്ന ഒരു പോർട്ടലായിരിക്കണം. 2, സൗത്ത് ഇന്ത്യ, അന്ന് 4 സ്റ്റേറ്റ്സേ ഉള്ളൂ, തെലങ്കാന ഉണ്ടായിട്ടില്ല ആ സമയം, 4 സ്റ്റേറ്റ്സിനെ കുറിച്ചും സംസാരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കണം. ഈ 2 തോട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ന്യൂസ് മിനിറ്റിൻ്റെ ഒരു എവല്യൂഷൻ, അത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളുടെ ഒരുമിച്ചുണ്ടായതാണ്. അതായത് ആദ്യം പൊളിറ്റിക്സ് കവർ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നീട് പൊളിറ്റിക്സ് കവർ ചെയ്തു. ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും ഫോക്കസ്. ജെൻഡർ ഇപ്പോഴും ഒരു ഫോക്കസ് ആയിരിക്കുന്നു, ജെൻഡർ, കാസ്റ്റ്, കമ്മ്യൂണിറ്റിയൊക്കെ. അങ്ങനെ ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കിയൊരു സ്ഥാപനമാണ്. അതായത് എവ്രി ഇയർ നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന ആൾക്കാർ അവരെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന കുറേ വാല്യൂസ് ഉണ്ട്. അതിൽ നിന്നും ഗ്രോ ചെയ്തൊരു ഓർഗനൈസേഷനാണ് ദ ന്യൂസ് മിനിറ്റ്. സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവരുടെ ശബ്ദമാകുക എന്നതാണ് പത്രപ്രവർത്തനത്തിന്റെ കാതൽ. കേരളത്തിലെ ദളിത് സമൂഹം നേരിടേണ്ടി വരുന്ന നീതിനിഷേധങ്ങളെ സൂക്ഷ്മതയോടെ അവതരിപ്പിച്ചതിനാണ് കേരള കൗമുദി പത്തനംതിട്ട ലേഖികയും പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറിയുമായ ബിനിയ ബാബുവിനെ ബോധിഗ്രാം BRP മാധ്യമ പുരസ്കാരം തേടിയെത്തിയത്. KA ഷാജി, JS ഇന്ദുകുമാർ, പ്രിയ രവീന്ദ്രൻ എന്നിവരടങ്ങിയ ജൂറിയാണ് ബിനിയയെ തിരഞ്ഞെടുത്തത്. വെറും വൈകാരികതയ്ക്കപ്പുറം
വസ്തുതാന്വേഷണവും ഔദ്യോഗിക കണക്കുകളും സർക്കാരിന്റെ വിശദീകരണങ്ങളും ഉൾപ്പെടുത്തി സമഗ്രമായാണ് 2025 ജൂണിൽ പ്രസിദ്ധീകരിച്ച ഈ വാർത്താ പരമ്പര തയ്യാറാക്കിയത്. മാധ്യമ പുരസ്കാരങ്ങൾക്ക് പുറമെ SN സുബ്ബറാവു സ്മാരക സ്വദേശി ഗ്രാമവികസന അവാർഡ് ചടങ്ങിൽ വച്ച് GCRD ഡയറക്ടർ ഡോക്ടർ ജേക്കബ് പുള്ളിക്കൻ ഏറ്റുവാങ്ങി. ഒപ്പം മണ്ണും മനുഷ്യരും സാമൂഹിക പ്രസ്ഥാനങ്ങളും എന്ന ശ്രദ്ധേയമായ പുസ്തകത്തിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. പരിസ്ഥിതി, മനുഷ്യാവകാശം, മാധ്യമ സ്വാതന്ത്ര്യം തുടങ്ങി BRP ഭാസ്കർ എന്നും ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചർച്ചകൾക്കാണ് വേദി സാക്ഷ്യം വഹിച്ചത്. ജനാധിപത്യത്തിന്റെ 4ാം തൂണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമങ്ങൾ കേവലം വാർത്താ കച്ചവടക്കാരായി മാറുന്ന കാലത്ത് BRP ഭാസ്കറിനെ പോലുള്ളവരുടെ ഓർമ്മകൾ നൽകുന്ന ഊർജം ചെറുതല്ല.